നേതാക്കന്മാരോട് ഏറെ നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചെറുതും ചില പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രശ്നം അവസാനിപ്പിക്കും. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കപ്പെട്ടു. വിവിധ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വലിയ മുന്നൊരുക്കം കോൺഗ്രസും നയിക്കുന്ന നേതൃത്വത്തിൽ നടത്തി. ആ നടത്തിയതിന്റെ പുറത്ത് വലിയതായിരിക്കുന്ന ഒരു മുന്നൊരുക്കം തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 90% UDF-ന്റെ പൂർത്തിയായി. അല്പം ചില വാർഡുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പൂർത്തീകരിക്കുന്നത്. അതും പൂർത്തീകരിച്ച് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച ഒരു പാനലിനെ തന്നെ രംഗത്തിറങ്ങി ചരിത്രം തിരുത്തി നേരത്തോടെ പറഞ്ഞു. ഒരു കേവല ഭൂരിപക്ഷമല്ല, നിങ്ങൾ ഈ തവണ ലക്ഷ്യമെന്ന് പറഞ്ഞ് നമുക്കറിയാം 19-ൽ 14 സീറ്റും കൂടി വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീ റോസി ജോസിന്റെയും കോളേജിന്റെയും അതുപോലെ തന്നെ ബഹുമാനീയ യശസ്വീയനായ പൈതലും ഗോമലോട്ടിന്റെ എല്ലാം ഭരണസമിതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ചരിത്രത്തിലാദ്യമായി മുഴുവൻ സീറ്റും 20 സീറ്റും നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവും UDF-ന്റെ പ്രവർത്തകർക്കില്ല. ഒരു സീറ്റിലും ഞങ്ങൾ ഫൈറ്റ് ചെയ്യാനല്ല മത്സരിക്കുന്നത്. 20 സീറ്റിലും ജയിക്കാൻ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമുക്കറിയാം, രാഷ്ട്രീയം ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കൃത്യമായ വികസന ലേഖനങ്ങൾ അവതരിപ്പിക്കും. ഓരോ വാർഡിലേക്കും ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏത് തരത്തിനകത്ത് അവതരിപ്പിക്കണമെന്ന നല്ല ചർച്ചയും നല്ല ബോധ്യവും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്റർനാഷണൽ കോൺഗ്രസിനും ഈ ചെറുപുഴയിലെ 20 വാർഡിലുണ്ട്. ഒരു മോഹന സുന്ദര വാഗ്ദാനവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ 25 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചെറുപുഴയിലെ ഒരു സാധാരണക്കാരനെയും ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചിട്ടില്ല. ഇന്ന പദ്ധതി നടപ്പിലാക്കും, ഇന്ന പദ്ധതി നടപ്പിലാക്കി തരാം, ഇന്ന വാഗ്ദാനം ഞങ്ങൾ പൂർത്തിയാക്കും എന്നൊരു വാഗ്ദാനവും ഞങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഈ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ മരിച്ചുപോയ ശരീരനായ പൈതലൻ ദാമോദരനായാലും അദ്ദേഹത്തിന് ഇന്നും ഈ നാടിനകത്ത് അന്തസ്സും അഭിമാനവും ജനങ്ങളുടെ മനസ്സിനകത്ത് സ്ഥാനവുമുണ്ട്. ശ്രീ റോസി ജോസിന്റെ ഭരണസമിതി, ശ്രീമതി ജമീല കോളേജിൽ ഇരിക്കുന്നു അവരുടെ ഭരണസമിതി, ആ 10 വർഷക്കാലം പഞ്ചായത്തിനെതിരെ നേർത്താരോപണം പോലും ഉന്നയിക്കാനോ അഴിമതി ആരോപണം ഉന്നയിക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. വ്യക്തിപരമായി വലിയ ആക്ഷേപങ്ങളും അവഹേളനങ്ങളും നടത്തിയാലും അതിലൊന്നിൽ പോലും ഉറച്ചു നിൽക്കാനോ തെളിയിക്കാനോ സാധിക്കാതെ അന്ന് ഉന്നയിച്ചതെല്ലാം വെറും ആരോപണമാണ് എന്ന് ഈ 5 വർഷക്കാലങ്ങൾക്കിപ്പുറം തെളിഞ്ഞ് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് അവരോട് ഇതിന്റെ സത്യസമിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ചെറുപുഴ നഗരത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയും പല CPM പ്രവർത്തകരും സെൻട്രൽ പ്രസാദിൽ മാറിയിരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവരോടും ഈ നാടിനകത്ത് CPM-നെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ചില അഭിനവ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരോടും കൂടി ചില കാര്യങ്ങൾ മാത്രം ബോധ്യപ്പെടുത്താനാണ് ഈ കുറ്റപത്ര സമർപ്പണത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം വ്യക്തിപരമായി ഈ നാട്ടിൽ പലർക്കും അറിയുന്നു. മലയോരത്ത് പ്രത്യേകിച്ച് കോഴിച്ചാലും മീൻതുള്ളിയിലും അദ്ദേഹം അറിയുന്ന ഒരാളായിരുന്നു. നല്ലൊരു അധ്യാപകനായിരുന്നു. ഞങ്ങൾക്ക് ആക്ഷേപമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹം അധ്യാപകനായിരിക്കെയാണ് CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മലയോരത്തെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നത്. അതുവരെ നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയപ്പോ ആ പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം അവതരിപ്പിക്കപ്പെടുമ്പോ തിരുവനന്തപുരം മത്സരിച്ച ഒരു KK ജോയി നമുക്കറിയാം. അദ്ദേഹം CPM-ന്റെ നേതാവാണ്. അദ്ദേഹത്തെ അവതരിപ്പിച്ചപ്പോ ഈ ടൗണിനകത്ത് അവരുടെ വാർഡ് മെമ്പറെ അവതരിപ്പിച്ചപ്പോ കേരള കോൺഗ്രസിന്റെ വാർഡ് മെമ്പറെ അവതരിപ്പിച്ചപ്പോ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് 19 വാർഡിലും അവരുടെ പഞ്ചായത്ത് മെമ്പർമാരെ അണിനിരത്തിയിട്ട് ശ്രീ K. അലക്സാണ്ടർ എന്ന രാജ്യസഭാഷണം അവതരിപ്പിച്ചപ്പോ ഈ നാട് മുഴുവൻ അവർ പറഞ്ഞു നടന്ന ഒരു വലിയ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രിക ചെറുപുഴയുടെ LDF-ന്റെ എല്ലാ പത്രസമ്മേളനങ്ങളിൽ നിന്ന് അന്ന് മനോരമയോട്, മാതൃഭൂമിയോട്, നീതിയോട്, ഈ CPNet-നോട്, ഈ നാടിലെ സകല മാധ്യമങ്ങളുടെ മുന്നിലും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രകടന പത്രികയുണ്ട്. 5 വർഷം കൊണ്ട് ഞങ്ങൾ റാരിക്കലിലൂടെ ഈ KF അലക്സാണ്ടറിലൂടെ ഞങ്ങളത് പൂർത്തിയാക്കുമെന്നാണ്. ഞാൻ പ്രിയപ്പെട്ട KF അലക്സാണ്ടറിനെയും ഈ രാജ്യസഭാ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്നേഹപൂർവ്വം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സ്വല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് ഒന്ന് സമ്മതിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ സമ്മതിക്കാൻ നിങ്ങളെയും ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചില അഭിനവ വ്യവസായികളുണ്ട്. ആ വ്യവസായികളുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ KK
ജോയിയെ പറ്റിയൊക്കെ വെളുപ്പിച്ചെടുക്കുന്നവരെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വാർത്തകളും നിറഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അവരോട് പറയുകയാണ്, LDFന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നിങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങളുടെ പ്രകടന പറ്റില്ല, ആ പ്രകടന പറ്റില്ല ആദ്യം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ആരൊരുത്തൻ CPMന്റെ തറവാട്ടിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടാകുന്നത് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. രാഷ്ട്രീയം പിന്നെ പറയാം. എന്താ ഇവർ പറഞ്ഞത്? ഒന്നാമത്തെ പ്രകടന പത്രിക ചെറുപുഴ പഞ്ചായത്ത് സ്റ്റേഡിയം ആധുനിക രീതിയിൽ നവീകരിച്ച് കായിക പരിശീലനം നൽകും. നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, അവിടേക്ക് ഒരു പുല്ല് പോലും മുളക്കാറില്ല. എന്നാ പുല്ല് പറിക്കാൻ ഇന്നലെ കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവച്ചിട്ടുണ്ട്, JCB വെച്ച് മാന്തുന്നുണ്ട്. രാപ്പകലുകാരനായ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുപുഴയിൽ തേരാപ്പാര നടക്കുന്ന ഒരുത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. JCBയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് കാണുമ്പോ ചെറുപുഴയിലെ കോൺഗ്രസുകാർക്ക് കുടിപൊട്ടും. പൊട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് പൊട്ടപ്പെടോ. ഏത് ആധുനിക സ്റ്റേഡിയമാണോ ഈ സ്റ്റേഡിയത്തിനകത്ത്? ആ പറഞ്ഞോളെ വിളിക്കാൻ ഞങ്ങളുടെ കൂടെ വരുമോ? ഈ ചെറുപുഴ മിനി സ്റ്റേഡിയം ഈ AKRന്റെ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്താ, പള്ളിയും പറഞ്ഞ് തൊട്ടപ്പുറത്താ. ആർക്കാണ് ഈ നാട്ടിലെ കണ്ണിന് കാശില്ലാത്തത്? ഈ നാട്ടിലെ ജനങ്ങളെ കുരുടന്മാരാണോ? ഈ നാട്ടിലെ ജനങ്ങളെ പൊട്ടന്മാരാണോ? ഈ നാട്ടിലെ ജനങ്ങളെ അന്ധന്മാരാണോ? നിങ്ങൾ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ 5 വർഷക്കാലം ഉണ്ടായിട്ട് ആ മിനി സ്റ്റേഡിയത്തിനകത്ത് ഒരു കല്ലെടുത്ത് വെക്കാൻ നിന്റെ കേരളോ, നിന്റെ കേട്ടോ, നിന്റെ വെള്ളത്തിലിട്ടോ ഈ പഞ്ചായത്തിനകത്ത് സാധിക്കുന്ന നാണം കെട്ടവർ, ഉറപ്പില്ലാത്തവർ, അന്തസ്സില്ലാത്തവർ, അഭിമാനമില്ലാത്തവർ. എന്നിട്ട് പറയാണ് 5 വർഷക്കാലത്തിന് ശേഷം ആരോടെ വാടകയ്ക്കെടുത്ത് ഒരു JCB കൊണ്ടുവച്ചിട്ട് ഞങ്ങള് അവിടെ പണി തുടങ്ങും. ആർക്ക് വേണ്ടിയിട്ടാണോ? ഈ നാട്ടിൽ എത്ര കായിക താരങ്ങളുണ്ട്, എത്ര കായിക താരങ്ങളെ സംഭാവന ചെയ്ത മണ്ണ തിരുവേദിയും പാപ്പായും ചെറുപുഴയും പേര് ഞങ്ങൾ പറയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രചരണമായതുകൊണ്ട് ഈ നാട്ടിലെ കായിക സ്വപ്നങ്ങളെ വെല്ലുവിളിക്കുന്ന ഞാൻ പറഞ്ഞു വന്നത്, എവിടെയാണ് മിനി സ്റ്റേഡിയത്തിന്റെ കാര്യവൽക്കരണം? പഞ്ചായത്ത് ഭരണം CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം CPM, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ ദാമോദര മാസം കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും CPM, MLA CPM, സർക്കാർ CPM. നമ്മുടെ ആ മിനി സ്റ്റേഡിയത്തിനകത്ത് ഒരു കോട്ട് കളിക്കാനുള്ള ഒരു പിടിവെക്കാനെങ്കിലും ഈ 5 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് പറ്റാതിരുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ നാട്ടിലെ ജനങ്ങള് പൊട്ടന്മാരാണെന്നോ ഇവർ കരുതുന്നത്? ഇനി മറ്റൊന്ന് ഇവർ പറഞ്ഞ 8ാമത്തെ വാഗ്ദാനം, ഞാൻ നേരെ അതിലേക്ക് പോവാണ്. അധികം വായിച്ച് നേടി ഒരുപാട് കാര്യങ്ങളുണ്ട്. റോപ്പ് വേ സ്ഥാപിക്കും. റോപ്പ് വേ എന്ന് പറഞ്ഞ മനസ്സിലായി, ഒരു മലയുടെ മുകളിൽ നിന്ന് മറ്റൊരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറ് വലിച്ചു കെട്ടും. വലിച്ചു കെട്ടിട്ട് ഒരു മലയുടെ മുകളിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് പോകും. ഉണ്ട്, റോപ്പ് വേ ഉണ്ട്. എവിടെയെന്നറിയോ? ഈ രാരിച്ചമാസിന്റെ രാജഗിരി മലയുടെ മുകളിൽ നിന്ന് KK തിരുവടി മലയിലേക്ക്. എന്നിട്ട് രാരിച്ചമാസ് അവിടെ നിറങ്ങും. ഇവിടുന്ന് അത്ര എളുപ്പം ഇങ്ങനെ 2 കായൽ തൂങ്ങിയിട്ട് ഒരു പാട്ട് പാടും. അമ്പൽ അമ്പൽ കേൾക്കാൻ നല്ല രസമുണ്ടാവും അല്ലേ? ഇതാണ്. ഇത് ഞാൻ തമാശക്ക് പറയുന്നതല്ല. ആ പാട്ട് വേറെ അർത്ഥത്തിലെടുത്താലും പ്രശ്നമില്ല. രാജ്യമാസം നല്ല മനസ്സിലാക്കി. 5 വർഷക്കാലം കൊണ്ട് എന്തിനാ ആ പാലത്തെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാക്കിയത് എന്ന ചോദ്യമാണ് CPM-നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നോണ പറയുന്നത് ഒരു അതിലില്ലേ? 2ാമത്തെ വാഗ്ദാനം, പുളിങ്ങോം വാഗമണ്ഡലം തീർത്ഥാടന പാത യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. ഇവരിങ്ങനെ ഒരു റൗണ്ടിങ്ങനെ ഇതൊന്നും അബ്ദുൽ അല്ല, ഇതൊന്നും TP ചന്ദ്രന്റെ അല്ല, ഇതൊന്നും KK സുരേഷ് കുമാറിന്റെ ഈ കൃഷ്ണമാസിന്റെ അല്ല. ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയാണ്. ഈ നാട്ടിലെ സകല വീടുകളിലും കൊണ്ടുപോയി പറ്റിച്ച് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് ഇവർ ഇപ്പോഴും ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ, ഇവരുടെ സൈറ്റിൽ, ഇവരുടെ മാധ്യമ സമ്മേളനങ്ങളിലെ സാധനമാണ് ഇത്. ഞങ്ങൾ ഡിസൈൻ ചെയ്ത സാധനമല്ല. 2ാമത്തെ റൗണ്ടിൽ ഞാൻ ചോദിക്കട്ടോ, കുഞ്ഞിക്കപ്പനായരുടെ ശ്രമഫലമായി, അന്നത്തെ UDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായി ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഒരു പാലം കെട്ടി ആ പാലത്തിന്റെ പണി അതിന്റെ 90% പൂർത്തിയാക്കി. ഒരു പാലം അവിടെ കെട്ടിയിട്ടിട്ട് ഈ സർക്കാർ 10 വർഷക്കാലമായി പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു, പഞ്ചായത്ത് ഭരണം ഞങ്ങൾക്ക് ഇന്നെങ്കിലേ ചർച്ച നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്
ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിമം പഞ്ചായത്ത് ഓഫീസിനകത്ത് ഒരു തവണയെങ്കിലും ഈ രാജ്യം മാഷിക്കോ കേക്കോ ജോലിക്കോ നാട് നടക്ക വെളുത്ത് തിരിച്ചെടുക്കുന്ന കേക്കോ ജോലിക്കോ ഒരു തവണയെങ്കിലും MLA കൂട്ടിയിട്ട് നിങ്ങൾ ഈ പെരുന്നണ പറഞ്ഞ നുണയെന്ന് ജനങ്ങളെ പറ്റിക്കാനെങ്കിലും ഒരു മീറ്റിംഗ് ഈ പെരുന്നാം ഭാഗമണ്ഡലം തീർത്ഥാടന പാതയുമായി ബന്ധപ്പെട്ട് ചെറുകിട ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തിയെന്ന് തെളിയിക്കാൻ തെളിയിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? രണ്ടാമത്തത്, ഒരു 3 ചെറുകിട ബസ് സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ ഉണ്ടോ? ഞാനിപ്പോ അധികം ചെറുകിട ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞുണ്ടോ? ഇല്ലാന്ന് പറയാനൊരു മടി, ഇതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഇല്ലാതെ കോൺഗ്രസ്സുകാർ പറഞ്ഞു തുടങ്ങണം. ഉണ്ടോ? ബസ് ടെർമിനൽ ഉണ്ടോ? ഒന്ന് അച്ഛത്ത് പറഞ്ഞ നാട്ടുകാർ നിരാക്കട്ടെ. ഉണ്ടോ? ഒന്ന് അച്ഛത്ത് പറഞ്ഞുണ്ടോ? എവിടെയാണോ ബസ് ടെർമിനൽ? അതാണ് ഞാൻ പറഞ്ഞത്. രാടിച്ചൻ നുണയനാണ്, പെരും നുണയനാണ്, കാറ്റുവെള്ളമാണ്, ഈ നാടിനെ പറ്റിക്കുകയാണ്. ആ പറ്റിച്ചവർക്ക് ഞാനതാ പറഞ്ഞ അന്തസ്സോടുകൂടി ഈ പഞ്ചായത്തിനകത്ത് ഉണർന്നു നിന്നെന്ന് രാഷ്ട്രീയം പറയാൻ CPM-ന്റെ തലവാട്ടിൽ ഒരിക്കലും ധൈര്യമുണ്ടാവില്ല. നിങ്ങളുടെ പ്രകടനത്തിലാണ്. ആ ബസ് ടെർമിനൽ എവിടെയാണ്? ബസ് ടെർമിനൽ പോയിട്ട് നേരത്തെ സുരേഷ് മാഷികളെ ചോദിച്ചു, ഇവിടെ നോട്ട് കഴിക്കാൻ ഒരു കസ്റ്റീസെങ്കിലും ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ അധികമായി കെട്ടിയെന്ന് തെളിയിക്കോ? നിങ്ങൾ വെല്ലുവിളിക്കാണ്. എവിടെയാണ് നിങ്ങളുടെ ബസ് ടെർമിനൽ? AC ബസ് ടെർമിനൽ എന്നാ പറഞ്ഞത്. 4 മാലിന്യ സംസ്കരണത്തിന് പ്ലാന്റ് നിർമ്മിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയ കെട്ടിടമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ജമീല കോളേജ് ഞങ്ങളുടെ ജാതിയിലുണ്ട്, പ്രിയപ്പെട്ട റോസി ജോസ്. ആ 2 പേരുടെ ദീർഘവീക്ഷണം നിങ്ങളറിയാം. സ്വകാര്യ സ്ഥലത്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമല്ല, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം. 2 ഭരണസമിതിയുടെ കാലത്ത് ഒരാൾ 10 സെന്റ് എടുത്തിട്ട് ജമീല കോളേജ് വീണ്ടും 10 സെന്റ് എടുത്ത് 20 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങിയിട്ടാണ് ഞങ്ങൾ 1-ാം തരം ഒരു പഞ്ചായത്ത് കെട്ടിടം അവിടെ സ്ഥാപിച്ചത്. 1-ാം തരം ഒരു പഞ്ചായത്ത് കെട്ടിടം അല്ലേ? ഞങ്ങളുടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഞങ്ങളുടെ ഭരണസമിതി കൂടിയില്ല. ആ ഭരണസമിതിയാണ് നിങ്ങളെ പെരുന്നണ പറഞ്ഞിട്ട് ഇറക്കിവിട്ടത്. ആ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ സമീപം നിങ്ങളെ എടുത്ത് പോയി നോക്കണം. മൂക്കുവെക്കാതെ അവിടെ നടക്കാൻ കഴിയില്ല. ഇതാണ് നിങ്ങളുടെ മാലിന്യ സംസ്കരണം. 4ാമത്തെ പോയിന്റ്. ഇനി 5, കൊട്ടത്തലത്തി തിരുനെറ്റിക്കല്ല് ടൂറിസം പദ്ധതികൾ. ഏത് കൊട്ടത്തലത്തിയടോ, ഏത് തിരുനെറ്റിക്കല്ലടോ? ഇവർ പറയാണ് അവിടത്തേക്ക് ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഇപ്പൊ അങ്ങനെയാണ് ന്യായം. റോഡില്ല, റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. നേരത്തെ സുരേഷ് വക്കീൽ പറഞ്ഞ പോലെ അവരിപ്പോ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ അവിടെ ഓഫ് റോഡ് വേണം. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡില്ലാതെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ റോഡിനിങ്ങനെ സാധ്യം ചെരിഞ്ഞൊക്കെ ഉണ്ട്. അതിനുവേണ്ടി അങ്ങനെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു നില പൈസ അനുവദിച്ച് അവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഈ കൊട്ടത്തലത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ടോ? ചെറുപുഴയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം. എവിടെയാണ് പാർക്കിംഗ്? പാർക്കിംഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാ പാർക്കിംഗ് ഉണ്ടോ? ഒന്ന് ഒറ്റ പറയാ പാർക്കിംഗ് ഉണ്ടോ? ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അല്ലെ? അവിടെ 100 പേർക്ക് സ്ഥലം എടുത്തിട്ടുണ്ട് ആ ടൗണിൽ. അവിടെയെങ്കിലും വൃത്തിയാക്കിയിട്ടൊന്ന് സ്വകാര്യ പാർക്കിംഗ് എങ്കിലും നിങ്ങൾക്കാവില്ലടോ. പറയാനല്ലാതെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കാവില്ല. ഇനി അടുത്തത്, പഞ്ചായത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ മുഴുവൻ ഇവർ പറയാണ് സൗജന്യ വൈഫൈ. ശരിയാണ്, കുറെ കുത്തിത്തിരിപ്പാറുണ്ട് ആ നേരെ ബസ്സാറിൽ. സ്ഥിരം വേറൊരു പണിയില്ല. നാട്ടിലിങ്ങനെ LDF-നെ കുറിച്ച് പെരുന്നോടെ പറഞ്ഞ് ഇന്നലെ ഒത്തുകെട്ടിലുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവീൺ എന്ന് പറയുന്ന ജനകീയനായ മെമ്പർ. അവിടെ വളരെ CPM-ന്റെ സൊസൈറ്റി കച്ചവടത്തിൽ ഇറക്കി ദൈവം വിചാരിച്ച് ഇവരറിയില്ല, ബോധം കഴിയില്ലാത്തവരാണ്. അപ്പൊ ഞങ്ങൾ വല്ല കാര്യമാക്കുന്നതല്ല. പ്രവീണിനെ കുറിച്ച് ഇന്നലെയും പരദൂഷണമാണ്. ആ പരദൂഷണം പറയുന്നവരെങ്കിലും ഒരു 200 രൂപയോ 1 GB-യോ 2 GB-യോ റീചാർജ് നിങ്ങളുണ്ട്. വൈഫൈ വേണ്ട. എവിടെ വൈഫൈ? ഞാനതാ ചോദിക്കുന്നത്. ഇവരുടെ ഓരോ വാക്കാണ്. അടുത്തത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരികയാണ്. ഇവിടെ 7-ാമത്തത്. 8-ാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും KK ആദിത്യ മാസം തമ്മിലുള്ള റോപ്പ് രാജഗിരിയിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവർ ആകാശത്തൂടെ പോകുന്നതാണ്, നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല അത്. ഇനി 9-ാമത്തെ, ചെറുപുഴയിൽ ടൗൺ സ്ക്വയറും ടൗൺ ഹാളും നിർമ്മിക്കും. ടൗൺ സ്ക്വയർ ഉണ്ടോ? പറഞ്ഞ ടൗൺ സ്ക്വയർ ഉണ്ടോ? ടൗൺ ഹാൾ ഉണ്ടോ? ഇനി 9, ടൗൺ സ്ക്വയറും ടൗൺ ഹാളും. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ചെറുപുഴ പഞ്ചായത്ത് പാർക്ക്, ബോട്ടിംഗ്, ഓപ്പൺ ജിംനേഷ്യം ഉണ്ടോ? 10-ാമത്തെ വാഗ്ദാനാണ്. ഇനിയുണ്ട്, വായിച്ചു പോയ നേരം പുലരും വരെ വായിക്കേണ്ടി വരും. ഇനി പശ്ചാത്തല മേഖല, തിരുമേനിയിൽ ആധുനിക ശ്മശാനം. ഒരു പേടിയും പേടിക്കണ്ട. ചെറുപുഴയിൽ ഒരു ശ്മശാനം ഒരിക്കൽ ഞങ്ങള് CPM എന്ന പാർട്ടിയെ ഞങ്ങളോട് കുടിച്ചുകൂടും. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കുടിച്ചുകൂടും. ഒരു തർക്കവും വേണ്ട. നമ്മൾ റെഡിയാണ്.
പൊതുശ്മശാനം എന്തിനാണോ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന വാഗ്ദാനത്തിനപ്പുറത്തേക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള വാഗ്ദാനത്തിലൂടെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത്. തിരുമേനിയിൽ ആധുനിക ശ്മശാനം, എന്നിട്ട് തിരുമേനിയിലെ വാർഡ് മെമ്പറെ കുറിച്ച അവിനാശ് കരിച്ചേരിന്റെ വാദോഹാതെയുള്ള ഫേസ്ബുക്ക് സ്വന്തം നാട്ടുകാരത്തെ ജനങ്ങളെ പറ്റിച്ചവനാണ് കെ ജോയി. ആ ജോയിന് ഏറ്റവും വലിയ പ്രസ്താവനയായിരുന്നു. ഒരു തർക്കമില്ല, തിരുമേനിയിൽ തോറ്റവാട് വലിയ ഭൂരിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെ തിരിച്ചു ഭരിക്കും. തിരുമേനിയിലെ ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തെ നിങ്ങൾ എന്തിനാ പറ്റിക്കാൻ നോക്കുന്നത്? ഭാഗ്യത്തിന് കല്ലറ പറഞ്ഞിട്ടില്ല, പാർശ്വത്തിന് കബർസ്ഥാനം പറഞ്ഞിട്ടില്ല, അത് പള്ളിയിലൊക്കെ ഉള്ളത് കൊണ്ട് ശ്മശാനം പറഞ്ഞ് പറ്റിച്ചവരാണ് ഈ തെമ്മാടികൾ. എനിക്ക് റാണിയുടെ റോഡ്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ പഞ്ചായത്തിന്റെ പൊതുനിരത്തിൽ സൂചിക സ്ഥാപിക്കണം. ഏത് ദിശയിലേക്കാണോ? നിങ്ങൾക്ക് ഒറ്റ ദിശ കാണിച്ചു തരും. പുറത്തേക്ക്, പഞ്ചായത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന ഒരു ദിശാസൂചിക ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളല്ല, ജനങ്ങൾ 20 വാർഡിന് വെക്കും. നിങ്ങൾ നേരെ പുറത്തുനിന്ന് പോയിക്കോളൂ. ആ ദിശാസൂചിക ഉണ്ടാവും, ഞങ്ങളെല്ലാം കൂടി വെച്ചോളൂ. പിന്നെ പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ്. ഇപ്പൊ ഞാൻ നേരെ നോക്കുമ്പോ കുറെ നേരം ഇങ്ങനെ LED ബൾബ് കത്തുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൗണിലുള്ള ബൾബ് എത്ര നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കഴുത്ത് ബുദ്ധിമുട്ടുള്ളത് നോക്കണ്ട. 4 ലൈറ്റ് ഉണ്ട് അതിനകത്ത്. ആകെ കത്തുന്നത് ഫുൾ ടൈം കത്തുന്നത് ഒരു ലൈറ്റാണ്. നിങ്ങൾ അറിയേണ്ടത് വലിയ അനുമതിയാണ്. ഓട്ടോമാറ്റിക്കലി ഇത് വാഴക്കൊണ്ടത്ത് വരുമ്പോ, ജാതിയുമായി വരുമ്പോ വാഴക്കൊണ്ടത്ത് നാട്ടുകാർ എന്നോട് പറഞ്ഞു, നിങ്ങളിത് പറയണം, ഇവിടുത്തെ ഈ ഹൈമാസ്റ്റ് ലൈറ്റ് മുഴുവൻ തട്ടിപ്പാണ്. അതുപോലെ ഇവിടെ ഒരു പദ്ധതി വെച്ചു. അല്ല, നിലാവ്, അതാണ് പദ്ധതിയുടെ പേര്. ശരിയാണ്, നിലാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് ഉള്ളത് കാണാൻ പറ്റും. അത് കത്തിയിട്ട് കാണാൻ കഴിയില്ലല്ലോ. നിലാവത്ത് കാണുന്ന കത്താത്ത ലൈറ്റ് ഉള്ളത് കൊണ്ട് ആ പദ്ധതിക്ക് നിലാവ് കണ്ടറിഞ്ഞിട്ടാണ് പേര്. അപ്പോ ഈ ഹൈമാക്സ് ലൈറ്റിന്റെ പുറത്തൊക്കെ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അനുമതി അതിലേക്കൊക്കെ വരാം. ചെറുപുഴ മേലെ ബസാറിൽ വൈഫൈ ബസ് വെയിറ്റിംഗ് സെന്റർ, അവിടെ ഒന്നുമില്ലല്ലോ ഇപ്പൊ. ഉണ്ടോ? പണ്ട് നമ്മള് ഒരു തൊഴിലാളികളുടെ ഒരു വെയിറ്റിംഗ് സെന്റർ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ പാഴ്ചൽ ബാങ്കിന്റെ ഇപ്പുറം. അവിടെ വെയിറ്റിംഗ് സെന്റർ ഉണ്ടോ? വെയിറ്റിംഗ് സെന്റർ ഉണ്ടോ? അന്ന് ഇല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര മടി? വെയിറ്റിംഗ് സെന്റർ ഉണ്ടോ? ഇല്ല. ചെറുപുഴ മേലെ ബസാറിൽ വൈഫൈ സൗകര്യമുള്ള ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവര് അതിനകത്ത് പരദൂഷണം പറഞ്ഞുവിടും. ഇനിയുള്ളത് മുളപ്പുറയിൽ പുതിയ VCB എന്താന്ന് എനിക്ക് പോലും തിരിഞ്ഞിട്ടില്ല. ട്രാഫിക് സിഗ്നല്, ട്രാഫിക് പരിഷ്കരണം. റിട്ടയറായ പട്ടാളക്കാരെ വെച്ച് 3-4 ആളുകൾ അവരിങ്ങനെ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. ഇതെന്താ ഈ പരിഷ്കരണം? അതായത് ലൈറ്റ് വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് എവിടെയെങ്കിലും ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ചുവന്ന ലൈറ്റും പച്ച ലൈറ്റും എവിടെയെങ്കിലും ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ട്രാഫിക് സിഗ്നൽ ഉണ്ടോ? ഇല്ല. ഇനി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? ഇതാണ് രാജ്യത്തെ ഞാൻ നുണയെന്ന് വിളിച്ചത് തെറ്റുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് വിളിച്ചത്. ഇനി ചെറുപുഴ 3-ാം ഭാവ് കള്ളപ്പാത്തി, സ്ഥലത്തിന്റെ പേരാ അല്ലേ, പെരുങ്കള്ളന്മാർ. മേലുത്താണി, വിളക്കുവട്ടം, ചൂടപ്പടവ്, താബോർ, ജോസ്ഗിരി. കേൾക്കാൻ നല്ല രസമുണ്ട്. നാട്ടിലെ ബസ്സിന് പേര് വിളിക്കുന്ന പോലെ മലയോര ടൂറിസം പാല. നിങ്ങൾ ഇനി ഇവിടെ പുഴയോരത്ത് പാർക്കും ഓപ്പൺ ജിംനേഷ്യം ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് ഒരു ടൂറിസം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ആ ടൂറിസം സൊസൈറ്റിയിൽ എന്നൊരു ജീവനക്കാരുണ്ടായിരുന്നു, പേര് തിരുവേദിക്കാരനായ സേവിയർ പോൾ. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? നാട്ടിലെ വലിയ UDF-ന്റെ 5 വർഷക്കാലത്തെ ഭരണസമിതിക്കെതിരെ ജമീല കോളേജിലും റോസി ജോസിനെതിരെ ഏറ്റവും കൂടുതൽ അപവാദം പറഞ്ഞു വരുത്തിയ CPM-ന്റെ ആസ്ഥാന പരദൂഷകനായിരുന്നു. ഇന്ന് നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ടാണ് CPM പുറത്താക്കി. ആസ്ഥാന പരദൂഷണക്കാരനാ. നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ നിരന്തരം എഴുതിയവൻ, കുഞ്ഞികൃഷ്ണൻ നായരെ ഏറ്റവും കൂടുതൽ അപമാനിച്ച് നവമാധ്യമങ്ങളിൽ എഴുതിയവൻ, ഇവിടെ ദേശാഭിമാനിയുടെ ലേഖകനായി ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ഭരണസമിതിക്കെതിരെ പെരുന്നുണ പറഞ്ഞു പരത്തിയവൻ എവിടെയോ? നിങ്ങൾ ആസ്ഥാന പരദൂഷകൻ സേവിയർ പോലെ ഇനി നാട്ടിലുണ്ടോ? ഈ നാട്ടിൽ പോട്ടെ, നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ? CPM-ന്റെ വലിയ നേതാവായിരുന്നു, SFI-യുടെ ഏരിയ നേതാവായിരുന്നു, DYFI-യുടെ അതിനേക്കാൾ വലിയ നേതാവായിരുന്നു. ആ നേതാവിന് ഒന്നോന്റെ വീട്ടിൽ നിന്ന് പകൽ നേരം കിടന്നിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ നാട്ടിൽ നിന്ന് ഓടേണ്ടി വന്നത് നാട് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലാണ് ആ ടൂറിസം സൊസൈറ്റി. ഇവരുടെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ഒരു കേന്ദ്രമായിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് ഒരു മിണ്ടുന്നില്ല. ഇനി കുറേയുണ്ട്. നമ്മുടെ ഇവരുടെ ഒരു വലിയ ഈ പറയുന്ന വേറൊരു ആസ്ഥാന പരദൂഷകനുണ്ട്, സ്ഥിരം നുണ എഴുതി വിടുന്നവൻ.
അവന്റെ കഴിഞ്ഞ ദിവസം അവന്റെ ഒരു പഴയ വീഡിയോ ഞാൻ കണ്ടു. നമ്മുടെ അപ്പാരൽ പാർക്കിൽ പോയിട്ട് ഇവരെല്ലാം പറയുന്നു അപ്പാരൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കോക്കനട്ട് സെന്റർ എന്നൊക്കെ പറഞ്ഞ് തട്ടുമല്ല് ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന് ഈ നാട്ടിലെ കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മലയോരത്തെ നാളികേര കർഷകരുടെ സ്വപ്ന പദ്ധതി ഈ 5 വർഷം കാലങ്ങൾക്കിടയിൽ ഒരു മച്ചിങ്ങയെങ്കിലും ആ ഷെൽട്ടറിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ ഭരണസമിതിക്ക് ഒരു മച്ചിങ്ങ. ഞാനതാ പറഞ്ഞു, എന്ത് ദീർഘവീക്ഷണമാണ്. 160 കിലോമീറ്റർ റോഡാണ് കഴിഞ്ഞ ജമീല കോളേജിന്റെയും റോസി ജോസിന്റെയും ഭരണകാലയളവിൽ ഗതാഗത യോഗ്യമാക്കിയത്. 160 കിലോമീറ്റർ ഞങ്ങൾ എണ്ണി പറഞ്ഞു തരാം റോഡ്, ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാം റോഡ്. സിപിഎമ്മിന് ഈ 5 വർഷക്കാലത്തിനിടയിൽ അതിന്റെ 25% പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ പറയണം. 20 ലക്ഷം രൂപ 19 വാർഡുകളിലും കൊടുത്ത ഭരണസമിതിയാ ജമീല കോളേജിന്റെ UDF ഭരണസമിതി, റോസി ജോസിന്റെ UDF ഭരണസമിതി. ഇപ്പൊ എത്രയാ? 5 ലക്ഷം രൂപയാണ് ഓരോ വാർഡിനും കിട്ടുന്നത്. വെറുതെയാണോ ഈ നാട്ടിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾ അറിയേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട് 30 കിലോമീറ്ററാണ് കോൺക്രീറ്റ്. UDFന്റെ 10 വർഷക്കാലത്ത് ഭരണസമിതിയുടെ കാലത്ത് 30 കിലോമീറ്റർ ഗ്രാമീണ റോഡ് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. അതിന്റെ ഒരു 10 നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ? അപ്പാരൽ പാർക്കിന് 30 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചെലവഴിച്ചത്. ഒരു 3 ലക്ഷം ചെലവഴിക്കാൻ ഇവർക്ക് വേണ്ടി ഇവർക്ക് സാധിച്ചോ? ഈ പഞ്ചായത്തിനകത്ത് പുതുതായി ഏതെങ്കിലും ഒരു കെട്ടിടം പുതുതായിട്ട് ഈ സർക്കാരിന്റെ സഹായത്തോടെ, ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ, ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കാലത്ത് വന്ന് വേലി കെട്ടിയിട്ടുണ്ട്, കിലോമീറ്ററുകൾ വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി കെട്ടിയിട്ട് നമുക്കറിയാം. ആന ചവിട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലേ, പാവം എന്തോ ആവശ്യത്തിന് പോയതാണ്. ധൈര്യമായ ഒരു ചെറുപ്പക്കാരൻ ഈ പഞ്ചായത്തിനകത്ത് രക്തസാക്ഷിയായി. ആ മനുഷ്യന്റെ പച്ചമാംസമെടുത്ത് തിന്നണോ നിങ്ങളുടെ നെറികെട്ട പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ കഴിവുകാര് മെയിന്റനൻസ് ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് ആ വേര് പൊട്ടിയിട്ട് ആനങ്ങോട്ട് റോസി ജോസിന്റെ ഭരണസമിതിയുടെ കാലത്ത്, ജമീല കോളേജിന്റെ ഭരണസമിതിയുടെ കാലത്ത്. നമ്മളത് മറ്റു രീതിയിൽ പറയുന്നതല്ല. ഒരാളെയും അതിർത്തി കടന്നിട്ട് ഇങ്ങോട്ട് കടന്നു വന്ന് ഒരു ജനങ്ങളെ കൊന്നിട്ടില്ല. അത് രാജിച്ച മാസിന്റെ ഭരണസമിതിയുടെ ഭരണസമിതിയുടെ കാലത്താണ് മനുഷ്യരെ കൊന്നിട്ട് വന്യമൃഗ ശല്യത്തിന്റെ കണക്കെടുപ്പിനകത്ത് ഈ പഞ്ചായത്തിന്റെ പേരും വന്നത്. ഇനി പ്രാരി മാഫിയ, ഞാൻ അതിലേക്ക് വരാം. പ്രാരിയിൽ നിന്ന് ഇവർ വാങ്ങിയ പൈസയുടെ കണക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് രാജഗിരിയിലെ ജനങ്ങൾക്ക് വേണ്ടി ആ കാറിയെ തടഞ്ഞു നിർത്താൻ UDFന് സാധിച്ചു. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് ഒരു ക്വാറിയിൽ നിന്നും ഒരു കാര്യം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായില്ല. ഇന്നിപ്പോ സുന്ദരമായി ക്വാറി പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് ഈ നാട്ടിലെയും രാജഗിരിയിലെയും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ കൊപ്ര ഡ്രൈവർ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ ഉള്ള നിലാവ് പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ MP-യുടെ ഹൈമാക്സ് ലൈറ്റ് 5 ലൈറ്റാണ്. ഒന്ന് പള്ളിയുടെ മസ്ജിദിന്റെ മുമ്പിൽ അല്ലെ, പുളിങ്ങോട്ടെ മക്കാമിന്റെ മുമ്പിലാണ് അനുവദിച്ച ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലമാണ്. മറ്റൊന്ന് അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. മറ്റൊന്ന് പള്ളിയുടെ കൈസവ ദേവാലയത്തിന്റെ മുന്നിലാണ്. അതുൾപ്പെടെയുള്ള കരിക്കലിൽ 5 ലൈറ്റാണ്. ആ 5 ലൈറ്റ് അനുവദിച്ചത് രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഇവർ തടഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം നിങ്ങൾ അറിയണം. നേരത്തെ ചിന്തഹോൻ പറഞ്ഞ പോലെ കുളിഞ്ഞു നിന്നാൽ ബാക്കി ഞാൻ പറയുന്നില്ല. ആ രീതിയിലുള്ള കള്ളന്മാരാണ്. നിങ്ങളറിയോ, നേരത്തെ ഞാൻ പറഞ്ഞു 20 സെന്റ് സ്ഥലം വില കൊടുത്ത് 2 ഭരണസമിതി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഈ 2 ഭരണസമിതിയും കൂടി അന്ന് പഞ്ചായത്ത് കെട്ടിടം എടുക്കാൻ വേണ്ടി സ്വകാര്യ ഭൂമി ഈ പറയുന്നത് പോലെ വിലക്കെടുത്തിട്ട് അവിടെ പഞ്ചായത്തിന് കെട്ടിടം നിർമ്മിച്ച ആ കെട്ടിടം ഇപ്പോ നിങ്ങൾ അറിയണം ചെറുകിട പഞ്ചായത്തിന്റെ അധീനതയില്ല. ആ കെട്ടിടം ഇപ്പൊ ജില്ലാ ബാങ്കിൽ പണയം വെച്ചിട്ടാണ്. ജില്ലാ ബാങ്കിൽ പണയം വെച്ചു. നിങ്ങൾ ആലോചിക്കണം. ആസ്തി ഉണ്ടാക്കിയത് കോൺഗ്രസ്, കെട്ടിടം നിർമ്മിച്ചത് കോൺഗ്രസ്, കെട്ടിടം പൂർത്തിയാക്കിയത് കോൺഗ്രസ്. അഭിമാനത്തോടെ ചെറുപുഴയ്ക്ക് മറ്റ് പഴയ പഞ്ചായത്ത് കെട്ടിടം അവിടെ 30-60 സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭം കിട്ടാനുള്ള തൊഴിൽ പദ്ധതികൾ തുടങ്ങാൻ പുതിയ കെട്ടിടമുണ്ടാക്കി സൗകര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ്. ഈ ഉറപ്പില്ലാത്തവർ, ഈ നാടുകെട്ടവർ, ഈ അന്തസ്സില്ലാത്തവർ, എല്ലാം വിറ്റുന്ന പരിചയമുള്ളവർ നിങ്ങൾ അറിയണം. ചെറുപുഴ കേരള ബാങ്കിന്റെ ചെറുപുഴ ശാലക്കകത്ത് 4 കോടി രൂപയ്ക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം അല്ലേ? മെമ്പർമാരില്ലേ ഇവിടെ? മെമ്പർമാരില്ലേ? പ്രവീണില്ലേ? പ്രവീൺ പോയോ? രശ്മില്ലേ ഇവിടെ? രശ്മ എത്ര കോടിക്കാ പണയം വെച്ചത് പഞ്ചായത്ത് കെട്ടിടം? 4 കോടി രൂപയ്ക്ക് ചെറുപുഴ പഞ്ചായത്ത് കട്ടുപിടിച്ചിട്ട് രാജിച്ച മാസ്
മെമ്പറാകാൻ കഴിയില്ല, ഇനി ഇടതുപക്ഷ ഭരണസമിതി വരില്ല. 4 കോടി രൂപയ്ക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം ജില്ലാ ബാങ്കിനകത്ത് പണയം വെച്ചിരിക്കുന്ന നാണം കെട്ട ഭരണസമിതി ഇങ്ങനെയുണ്ടോ? ഇനി കൃഷ്ണമാഷ്, ബഹുമാനായ കൃഷ്ണമാഷ് എനിക്ക് ലിസ്റ്റ് തരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ലെറ്റർ പേഡിലാണ്. അപ്പോ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഓരോ വർഷവും ജനറൽ ഫണ്ടിലും എസ് സി ഫണ്ടിലും ധനകാര്യ കമ്മീഷന്റെ ഫണ്ടും അതുപോലെ തന്നെ റോഡ് മെയിൻ്റനൻസിലും ജനറൽ കാറ്റഗറിയിലും ഒക്കെ ചെലവഴിച്ചത് 2023-24 45%, 40%, 48%, 21%, 11%, 23%. അതായത് ഒരു ഘട്ടത്തിലും 50% പദ്ധതി തുക ഒരു മേഖലയിലും ചെലവഴിക്കാതെ എന്തിനാണല്ലോ? അതാണ് ഞാൻ പറഞ്ഞത്. മാഷെ പറ്റി ചാക്കോ മാഷിനോട് പറഞ്ഞ പോലെ മാഷിക്ക് പഠിപ്പിക്കുന്ന പണിയാണുള്ളത്. ആ പണി വൃത്തിക്കെടുത്തോളാ. ഭരിക്കാൻ പറഞ്ഞ പണി അത് മാഷിക്കും ജോലിക്കും പറഞ്ഞതല്ല. ഇതിനേക്കാൾ വലുതെന്തോ വരാനില്ല. ഒരു രാഷ്ട്രീയം പറയാനില്ല. ചെറിയ പഞ്ചായത്തിൽ ഇത് മാത്രമാണ് തട്ടിപ്പ്. തട്ടിപ്പ് ഇപ്പൊ നമുക്കൊരു വ്യാപകമായി പിരിവായിരുന്നു മുനയുന്ന രക്തസാക്ഷി മണ്ഡപത്തിന്റെ പേരിൽ. ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പിരിവ് നടത്തിയിട്ട് ഇന്നിപ്പോ വലിയ ആരോപണമാണ്. അതിന്റെ ഒരു ഭാഗം വിറ്റുവെന്നും അതുമായി ബന്ധപ്പെട്ട് കൊടിയ അഴിമതി ഉന്നയിക്കുന്നത് നമ്മളാരുമല്ല, എസ്.എഫ്.ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി എന്ന പെരിയ സ്വദേശിയാണ്. ആ സ്വദേശി ഉന്നയിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആ ചെറുപുഴയിലെ പഴയ കോൺഗ്രസ്, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് CPM-ലേക്ക് പോയി, അല്ലെങ്കിൽ CPM-ന്റെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെയായി, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നേതാവായി അറിയപ്പെടുന്ന കരാറുകാരനായി. നിങ്ങൾ അറിയണം, ചെറുപുഴയിലെ CPM-ന്റെ ചെറുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM നേതാക്കന്മാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് ചാനൽ വന്ന വാർത്തയുണ്ട്. ചെറുപുഴയിലെ ഒരു മെമ്പറുടെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ മാത്രം ആ മെമ്പർ സമ്പാദിച്ചു കൂട്ടിയത് 2 കോടിയോളം രൂപ വരുന്ന സ്വത്തുക്കളാണ്. എവിടെ ക്വാറി ഇട്ടിട്ടാണോ? ക്വാറിയിലേക്ക് ജനകീയ ഭരണസമിതിയൊക്കെ പോയി. അപ്പൊ ക്വാറി മുതലാളി പറഞ്ഞൊരു കാര്യമുണ്ട്, ആവശ്യമുള്ളതൊക്കെ ഊട്ടിയെടുക്കുന്ന മെമ്പറെ ഇനിയും നമ്മളെ കൊല്ലണമെന്ന് ഈ മെമ്പറെ നിർത്തിയിട്ട് ആ ക്വാറി മുതലാളി ചോദിച്ചൊരു ചോദ്യം അന്നാട്ടിലെ നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇവരുടെ സ്വത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മെമ്പറെ കുറിച്ച് പല ആക്ഷേപവും, പല ലോണുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപവും കേൾക്കുന്നുണ്ട്. ഈ മെമ്പറുടെ ഭർത്താവിന്റെ പേരിൽ 29/8/2022 ആധാരം ചെയ്ത ഒരു സ്വത്തുണ്ട്. 23 സെന്റ് സ്ഥലം. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു 23 സെന്റ് സ്ഥലം, 40 ലക്ഷം രൂപയുടെ വീട്. എവിടുന്നാണ് പണം? മൂപ്പരുടെ ഭർത്താവ് ആ നാട്ടിൽ അറിയപ്പെടുന്ന CPM നേതാവാണ്. നിങ്ങൾ ആ ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കാൻ ഞാൻ പ്രിന്റ് എടുത്തിട്ടില്ല. ഡോക്യുമെന്റ് ആവശ്യമുള്ളവർക്ക് കാണിച്ചു തരാം. ആ ഡോക്യുമെന്റിനകത്ത് ഭർത്താവിന്റെ ജോലിയുടെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ഇതെന്താണല്ലോ, പൊതുപ്രവർത്തകൻ. ഞങ്ങളൊക്കെ വർഷങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ഞാൻ അഭിഭാഷകനാണ്. എന്റെ ഭാര്യ ഡോക്ടറാണ്. 9 വർഷക്കാലം പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഇന്നുവരെ ഒരു തുണ്ട് ഭൂമി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അത്യാവശ്യം ഇന്നലെ പോലും ഞങ്ങളിപ്പോ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഇന്നലെയും ഒരു എന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും ജീവിക്കുന്നതും. എന്നെ പറ്റി പല അപവാദവും CPM പറയാറുണ്ട്. എന്തായാലും പറയുമ്പോ ഇനി പെണ്ണുകേസ് പറയരുത് എന്ന് ആദ്യമായി പറയുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നാളെ പ്രതികാരം നടത്തിയിട്ട് ഇപ്പൊ അതാണ് ട്രെൻഡ്. ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അന്ന് പെണ്ണുകേസ്, സ്ത്രീ പീഡന കേസിൽ പെടുത്തുന്നുണ്ടെങ്കിൽ വിശദ വിവരങ്ങൾ തരണം. കാരണം ബന്ധപ്പെടണമല്ലോ. ഞാൻ ചോദിക്കട്ടോ, ഈ പറയുന്ന ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അത് മാത്രമല്ല, ഇത് ഭർത്താവിന്റെ പേരിൽ പെരിങ്ങോത്ത് 11.336 SRO പെരിങ്ങോത്ത് സർവേ നമ്പർ 127/34-39 രജിസ്റ്റർ ചെയ്ത ഭൂമി, 50 ലക്ഷം മുതിപ്പ് വില വരുന്ന ഭൂമി എങ്ങനെ മേടിച്ചു? പറയണ്ടേ? മകന്റെ പേരിൽ അരവഞ്ചാലിൽ 1 ഏക്കർ 80 സെന്റ് സ്ഥലമാണ്. 1 ഏക്കർ 80 സെന്റ് സ്ഥലം. ഈ മലയോരത്തുള്ള മെമ്പറുടെ ഭർത്താവും മകന്റെ പേരിൽ അരവഞ്ചാലിൽ റോഡ് സൈഡിനോട് ചേർന്ന് 2 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടിയത്. ആ ഡേറ്റ് എന്ന് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് 17/7/2025. ഈ വർഷം 7-ാം മാസമാണ്. ഈ തൊട്ടടുത്ത മാസങ്ങളിൽ രജിസ്റ്റർ ചെയ്തെന്ന് പറയുമ്പോ ഈ നാടിനെ ക്വാറി മുതലാളിക്കും മറച്ചുവിട്ടതിന്റെ പ്രതിഫലനത്തിന്റെ പൈസയാണോ? ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിരുന്ന് ഈ പഞ്ചായത്ത് വിട്ടു നടക്കുന്നതിന്റെ പൈസയാണോ? അതല്ല, ഈ പറയുന്ന ഭരണസമിതിയെ നോക്കുകുത്തിയാക്കിയിട്ട് ചെറുപുഴയിലെ CPM-മാർ കട്ടുമുടിക്കുന്ന പൈസയുടെ വിഹിതമാണോ? പറയാനും കേൾക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പറയാന് നാട്ടിൽ പശു വളർത്തിയിട്ട് കിട്ടിയതാണ്. എന്നെ ഈ നാട്ടിൽ മുഴുവൻ അറിയണം.
അപ്പൊ ആക്ഷേപം പറയും, ഒരു 20 വർഷമായി കിടപ്പിലായ എന്റെ ഉപ്പ 15 വർഷം മുമ്പ് CPM ഓഫീസിൽ പറഞ്ഞോട്ടെ, അവരാരോ ഉണ്ടാക്കിയ പെരുന്നുണകളൊക്കെ പറഞ്ഞോട്ടെ. എന്റെ വീട്ടിൽ 3 പശു ഉണ്ടായിരുന്നു. കാക്കിഞ്ചാൽ പ്രഭൂമി എന്റെ അയൽവാസിയാണ്. ഇവിടേക്ക് എന്റെ പല അയൽവാസികളുണ്ട്. പഴയ വ്യാപാരി KK യൂസഫ് എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, മരിച്ചുപോയി. KK അബ്ദുള്ള എന്റെ ഉപ്പയുടെ അനിയനാണ്. എന്റെ ഉപ്പയും കച്ചവടത്തിലുണ്ടായിരുന്നു. പിന്നീട് സുഖമില്ലാത്ത കാലത്ത് ഉമ്മ വീട്ടിൽ പശുവിനെ പോറ്റിയിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. 3 പശു ഉണ്ടായിരുന്നു വീട്ടില്. രാവിലെ പശുവിനെ കറന്നു കഴിഞ്ഞാല് ഞങ്ങള് കാക്കിഞ്ചാലിൽ നമ്മുടെ ശ്രീധരേട്ടൻ, തൊട്ട് താഴെയുള്ള ശ്രീധരേട്ടന്റെ പാൽ സൊസൈറ്റിയുടെ വണ്ടി വരും. വണ്ടിയിൽ ഞങ്ങൾക്ക് 2 ക്യാനിലൊക്കെ പിടിച്ചിട്ട് പാല് കൊണ്ടുപോയി അളന്നു കൊടുക്കുന്നുണ്ട്. സ്കൂളിലാണ് ഓർമ്മയുണ്ട്. ഇപ്പൊ പ്രയാസം കൊണ്ട് ഞങ്ങൾ പശുവിനെ പൊട്ടുന്നില്ല. 3 പശുവിനെ പൊട്ടിട്ടും ഞങ്ങൾക്കൊന്നും ഒരു തുണ്ട് മുന്നിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പശുവിനെ പോറ്റി എന്ന് പറയുന്ന ഈ പ്രചരിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പർ ഈ 5 വർഷക്കാലം കൊണ്ട് ചെറുകിട പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലയളവിൽ 2 കോടിയുടെ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയും. ഭർത്താവിന് ഒരു പണിയില്ല. പണിയുണ്ടെങ്കിൽ ആധാരത്തിൽ കാണിക്കട്ടെ പണി. ആ പണി പൊതുപ്രവർത്തകനെന്ന് ഈ ആധാരത്തിൽ കാണിച്ച മെമ്പറുടെ ഭർത്താവ് 2 കോടി രൂപയുടെ സ്വത്ത്. ഇതേ സമയത്താണ് വിദേശത്ത് മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നില്ല. നാളെ എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, അതേതൊരു രക്ഷിതാവിന്റെ കടമയാണ്. പക്ഷെ ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് കിട്ടുന്നു എന്ന ചോദ്യം ഈ നാട്ടിലെതിരെയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ CPM നേതാക്കന്മാരും വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയാ, അത് നമ്മുടെ പോയ നേതാവാണ്, വലിയ കരാറുകാരനാണ്. പേരൊന്നും പറഞ്ഞ് വലുതാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പോയി ഏകദേശം ഇപ്പം കുറച്ച് സ്ഥാനമൊക്കെ കിട്ടിയെന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആ നേതാവിന്റെ കെട്ടിടത്തിൽ ഇവരുടെ ആശുപത്രിയുണ്ട്. ആ നേതാവിന്റെ കെട്ടിടത്തിൽ ഇവരുടെ സ്ഥാപനങ്ങളുണ്ട്. ആ നേതാവാണ് ഇവരുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുക്കുന്നത്. ആ ഏരിയ കമ്മിറ്റി ഓഫീസ്, വെള്ളൂരിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, ഇതൊക്കെ ബന്ധിക്കുന്നത് അതേ നേതാവാണ്. അതേ നേതാവിന്റെ കരാറിലാണ് ഏരിയ സെക്രട്ടറിയുടെ വീടിന്റെ 2ാമത്തെ നിലയും ഇതേ സമയം ഉയരുന്നത്. പണിയെടുക്കാൻ പറഞ്ഞേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരിത് നാട് മുഴുവൻ പറയും എന്ന ബോധ്യമെങ്കിലും ഈ ഏരിയ സെക്രട്ടറിക്ക് വേണ്ടി പേരും കള്ളമാണ്. രക്തസാക്ഷി ധനരാജിന്റെ ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞത് ഞാനല്ല. സാത്വികനായ പയ്യന്നൂരിലെ ഏരിയ നേതാവ് കുഞ്ഞികൃഷ്ണൻ, ഏരിയ സെക്രട്ടറി സ്ഥാനം മാറിയില്ലേ കുഞ്ഞികൃഷ്ണൻ? 1.5 കോടി രൂപ അടിച്ചു മാറ്റിയ MLA എന്ന് വിളിച്ചത് CPM-ന്റെ നേതാക്കന്മാരാണ്. കുഞ്ഞികൃഷ്ണനാണ്. അവസാനം ജയരാജനെ പ്രേരിപ്പിച്ചിട്ടാണ് ആ മനുഷ്യ ഇന്ന് പാർട്ടിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ മറവിൽ അഴിമതിയാണ്. മുനിയമ്മ രക്തസാക്ഷി മണ്ഡപത്തിന്റെ നിർമ്മാണത്തിന് മുന്നിൽ അഴിമതിയാണ്. അതുപോലെ തന്നെ ഈ കരാറുകാരുകൾ നാട്ടിലെ മുഴുവൻ കരാറ് കിട്ടുകയും ആ കരാറിന്റെ സമയത്ത് തന്നെ ഏരിയ സെക്രട്ടറിയുടെ വീടിന്റെ 2ാം നില എടുക്കുകയും ഇതെന്ത് വിസ്മയമാണ് CPM എന്ന ചോദ്യം CPM-ന്റെ പ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് പല വ്യവസായികളെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, ഒളിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയുന്നു, മര്യാദക്ക് നല്ല രാഷ്ട്രീയം പറയുന്നത് ഞങ്ങളെതിരല്ല. പക്ഷെ കോൺഗ്രസിനെതിരെ അപവാദം പറഞ്ഞു, കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിച്ച്, കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയപരമായി തന്നെ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് ധൈര്യം തരുന്ന മനസ്സിലാകേണ്ടവർക്ക് ഈ ശബ്ദം കേൾക്കുമ്പോ മനസ്സിലായിക്കൊണ്ടും അവരോടും CPM-ന്റെ നേതാക്കന്മാരിൽ നിന്നൊന്നും പറയാനില്ല. ഇന്ന് ഷാജിയുടെ വാർത്താ സമ്മേളനം കണ്ട് ഞങ്ങൾ 11 കള്ളവോട്ട് ചേർത്തുകൊണ്ട്. എന്തിനാണ് കള്ളവോട്ട് ചേർക്കേണ്ട ആവശ്യം കോൺഗ്രസിന്? രാഷ്ട്രീയം പറയണോ? ഈ നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയണോ? ചെറുപയിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വികസന കൊള്ളത്തരങ്ങൾ പറയണോ? അത് പറയാനില്ലാതെ 5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും പറയാ നിങ്ങൾ എന്തൊക്കെയായി നാട്ടിൽ പറഞ്ഞു പറ്റി. റോഷി ജോസ് ബംഗ്ലാവ് ഉണ്ടാക്കി, ഇപ്പൊ പറയുന്നില്ലല്ലോ. റോഷി ജോസ് കഷ്ടപ്പെട്ട് കുടുംബ സ്വത്തും അമ്മയുടെ റിട്ടയർമെന്റ് പൈസയും റോഷി ജോസ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് ഒരു ചെറിയ ഇപ്പോ വീടിനെ കുറിച്ച് ആക്ഷേപമില്ലല്ലോ. റോഷി ജോസിനെ പറ്റി കേസിനെ പറ്റി ആക്ഷേപമില്ലല്ലോ. ജമീല കോളേജ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഇന്ന് നോക്കുമ്പോ ജമീല കോളേജ് കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കിടയിൽ ഇപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സിൽ ബഹുമാനായ അതിനേഷനായുള്ള ഓർമ്മകൾ ഒരേക്ക് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വനാഥിയുടെ മുന്നിൽ നിന്ന് നയിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോലും UDF-ൽ ഒരു പ്രയാസങ്ങളില്ല. ബഹുമാനായ ദിവസം മുല്ലപ്പടി ഇവിടെ ഇരിക്കുന്നു. ബഹുമാനായ മുത്തലിബ് നേരത്തെ ഇവിടെ കടന്നു വന്നു. മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ചേർത്ത് പിടിച്ച് അഭിമാനവും അന്തസ്സും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർത്തി പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സകല കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിൽ തലയിൽ മുണ്ടിട്ടിട്ട് ഒരു കയറി ഇറങ്ങാണ്. ഞങ്ങളുടെ ഒരു കുടുംബത്തിന് ഒരാളെ കിട്ടുമെന്ന് ഒരു CPM-കാരനും ചോദിക്കണ്ട. ഇപ്പൊ ജമീല കോളേജിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കി. എന്തൊരു ദാരിദ്ര്യമാണ് നിങ്ങൾക്ക്? ഇത്ര ദാരിദ്ര്യമുണ്ടോ? ഞാൻ നോക്കുമ്പോ പ്രസംഗിച്ചിരിക്കുമ്പോ കോളാണ്. പഴയ പ്രസിഡന്റ് ഭരണസമിതി എന്ന നിലയിൽ അവർ അന്തസ്സിന് അഭിമാനത്തിന് CPM-ന്റെ ഈ പഴയ മെമ്പർമാരുടെയൊക്കെ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വിളിക്കണ്ട എന്ന് എന്റെ മുമ്പിൽ മറ്റേ ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകൊണ്ട് ജമീല കോളേജ് പറയുന്നുണ്ട് ഈ പഴയ മെമ്പറോട്, നിങ്ങളിനി വിളിക്കണ്ട,
നിങ്ങളെ വിളിക്കണ്ട. ഒരു മെമ്പർ എന്ന പഴയ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹമെമ്പർ എന്ന നിലയിൽ ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ ബഹുമാനം കൊണ്ടാണ് നിങ്ങളുടെ ഫോണിലാണ് എടുക്കുന്നത് എന്ന് പറയുമ്പോഴും പിന്നെയും യാചിച്ച് അതിനകത്തൊരു വ്യവസായി ഉണ്ട്, വ്യവസായിയുടെ പണിയെടുത്താൽ മതി, രാഷ്ട്രീയത്തിനകത്ത് CPM-ല് ഈ നെറികേട് കാണിക്കണ്ട എന്ന് ആ യുവ വ്യവസായി എന്ന് വ്യവസായമാണെന്ന് ഞങ്ങൾക്കറിയില്ല, അമ്മാതിരി പണിയെടുക്കാൻ ആ വ്യവസായി നിൽക്കണ്ട എന്ന് ഞങ്ങൾ മാന്യതയുടെ ഭാഷയിൽ പറയാണ്. അതുകൊണ്ട് ഈ ദാരിദ്ര്യത്തിന്റെ പണി അന്തസ്സുണ്ടോ? നിങ്ങളെ കൈപ്പറ്റിച്ചില്ല, ഞങ്ങളെ കൈപ്പറ്റിച്ചില്ലത്തിലല്ലേ ഞങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ അഴിവാസിക്കുന്ന ചിഹ്നത്തിൽ നിൽക്ക്. നിങ്ങളെന്തിനാ ഈ നാട്ടിലെ ജാതിയും മതവും നിങ്ങൾക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ജാതി പറയേണ്ടടുത്ത് ജാതി പറഞ്ഞിട്ടുണ്ട്, മതം പറയേണ്ടടുത്ത് നിങ്ങൾ മതം പറഞ്ഞിട്ടുണ്ട്, വർഗീയത പറയേണ്ടടുത്ത് നിങ്ങൾ വർഗീയത പറഞ്ഞിട്ടുണ്ട്. ജാതിയും മതവും വർഗീയവും പറഞ്ഞ് ഈ നാടെ കുട്ടിച്ചോറാക്കിയവർക്ക് മാപ്പില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കേരള രാഷ്ട്രീയം ഒന്നും പറയേണ്ട കാര്യമില്ല. മുച്ചുകൊണ്ടും മുട്ടിച്ച് മുന്നോട്ട് പോകുന്ന പിണറായി എന്ന കാട്ടുകാരന്റെ പരാജയ ഈ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള പോരാട്ടത്തിന്റെ ഒരു തുടക്കമായിരിക്കും. ഒരു തർക്കമില്ല. ഇതുപോലെ ഒരു പ്രതിരോധം നടത്തും, ഇതുപോലെ പ്രകടനം നടത്തും. ഡിസംബർ 18 വിജയാരവം നടത്തും. അത് 20 വാർഡിലും ജയിച്ച് കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റാലിയിലും പ്രകടനത്തിലും അണിനിരന്ന ഈ പ്രതിരോധം ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരായിരം ഹൃദയാഭിവാദം അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.